Hey guys, welcome back to another video. Earlier, you might have seen a video where my dad is the actual one talking about the bike, and it's another bike that we had. It's a maroon bike, as you might remember. Well, today the video is all about this one right here. It's a 1983 Royal Enfield, but this bike went through a lot of transformation from the very start. This looked like a completely different bike. I'll put an image up, but it went through different stages that we talked about with the last person that I showed, and it eventually came to a status where we were looking at different kind of models that we could be doing, and finally we agreed upon this. And this review, I'll kind of talk in detail about what all did happen and the process that went into it, and in between what I could show you with the best of my abilities with the photos and videos that we have, in order to get a better insight of what went on in this. So I'll take you through it. Up until now, the video has been in English, but the next part will be in Malayalam. That's mainly because the mechanic who restored the bike is more comfortable in explaining things in Malayalam. In the upcoming part, we will make a short conversation with him where he shares some of the insights about the restoration and not just the build itself, but the process, the challenges, and a few interesting details that went into bringing this bike back to life. The rest of the videos will be in Malayalam, and I hope hearing that you could get the direct story directly from him who worked directly on the bike, and hope you enjoy it. ഓക്കെ, അപ്പോ എന്തായാലും ഇനി വണ്ടി പണിത ലാസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്ത സെയിം അസിസിക്കിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് വണ്ടിയെ കുറിച്ച് അറിയാൻ. അപ്പൊ അസിസിക്കിനെ വിളിക്കണേ. ചോദിച്ചോ. സോ അസിസിക്ക, നമ്മ ലാസ്റ്റ് ടൈം വീഡിയോ ഇട്ടപ്പോ നമ്മ ഒരു വേറെ അപ്രോച്ചിലാണ് ഇത് തിങ്ക് ചെയ്ത് ഒരു ടൈഗർ സ്കള്ളും ഇതൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇത് കിട്ടിയപ്പോ നമ്മ ഒരു ഇത്തിരി സ്റ്റോക്ക് അപ്രോച്ചിക്ക് പോയി. അത് അസിസിക്കയുടെ തിങ്കിങ് പ്രോസസ് എന്തൊക്കെയായിരുന്നു അതില്? നമ്മള് ഇതിന്റെ ഒരു 83 മോഡല് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. കാരണം ഒരുവിധം ഒറിജിനാലിറ്റിയിൽ കേരള വണ്ടി ഇങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് ഈ കളറിലും കൂടി ആയപ്പോ എനിക്കൊരു ചോയ്സ് ഇങ്ങനെ തോന്നി. അതിനെ നിങ്ങളങ്ങ് ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇതിലേക്ക് എന്നെ ആക്കിയത്. കാരണം ഒറിജിനാലിറ്റി വിട്ടിട്ടുള്ള നമ്മള് ഒരു വണ്ടി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല മെയിനായിട്ട്. കാരണം ഇത് ചെയ്തപ്പോ ഇപ്പൊ വൃത്തിയായി തോന്നി. ഇത് ഇപ്പൊ മറ്റേന്ന് പറഞ്ഞാല് നമ്മൾക്ക് പലതും തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ. ഇത് ഒരു യൂണിക്കായിട്ട് കറക്റ്റ് ടൈമുള്ള ഒരു തോന്നലുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ അഭിപ്രായം ഒന്നും അറിയില്ല. ഇത് ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞത് എന്റെ ഒരു ഫോളിഷ് നേച്ചർ കൊണ്ടാണ്. കാരണം ഇപ്പൊ ഇതൊരു 83 ആയാലും ആ ടൈഗർ സ്കള്ളൊക്കെ വേറെ ഇയറിന് വരുന്നത്. പക്ഷെ ഇത് സ്റ്റോക്ക് ആയിരിക്കും തന്നെയാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അതെ, അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. അപ്പൊ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ഒക്കെ പക്കയാണ്. പിന്നെ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ് അറിയില്ല അല്ലേ, സ്റ്റാർട്ടിങ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈലന്റ് ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ക്ലിയർ ആക്കി നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇനി ഓടാനുണ്ടല്ലേ, ഇനി 1000 കിലോമീറ്റർ ഓടിക്കുന്നു. 1000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സൈലന്റ് ആവാൻ പറ്റി. എന്റെ അഭിപ്രായത്തിൽ നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. കാരണം വലിയ കുഴപ്പങ്ങളൊന്നും വർക്കൊക്കെ ക്ലിയർ ആയിട്ട് കൈകിട്ട് ഓടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഒരു വണ്ടിക്ക് ചെയ്യാവുന്ന പരമാവധി. ഇക്കക്ക് ഈ ബിൽഡില് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു കോൺസെപ്റ്റ് എന്താ? ഇപ്പൊ ഇതിന്റെ പിന്നാലെ ഇത് തിങ്ക് ചെയ്തപ്പോ ഇതിന് പൈസ നന്നായിട്ട് നല്ല എമൗണ്ട് ഇല്ലാത്ത നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അത്രക്കും നമ്മളൊപ്പം നിന്ന് നിങ്ങളെ അതിന്റെ സഹകരിച്ചതിന്റെ പേരിൽ നമുക്ക് ഇത്രക്കും ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം ഇത്രക്കും പെർഫോമൻസ് കിട്ടിയത് നമ്മ പിൻ ടു പിൻ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ എല്ലാ സാധനങ്ങളും നമുക്ക് കളഞ്ഞു
പഴയത് നമ്മൾ പുതിയത് റിസ്റ്റോർ ചെയ്യുന്ന പോലെ എല്ലാം പിൻ ടു പിന്നാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. അതിന് പപ്പ എന്നോട് വളരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ നമുക്കിത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത്രക്കും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു നമ്മളൊരു പാർട്ടി എന്തൊക്കെയാണ് എത്ര എമൗണ്ട് അവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വൃത്തിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പൈസ ടൈം അതിന്റെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് വളരെ സന്തോഷം. ഇങ്ങനെ ഒരു വണ്ടി ചെയ്യാൻ പറ്റിയത് അത് ഓടിക്കാൻ അതും ഒരു കംഫർട്ട് ആണ്. പിന്നെ ഇക്കടുത്ത് മെയിൻ ആയിട്ട് എനിക്ക് ലാസ്റ്റ് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പൊ ഇത് മാത്രല്ല ഇങ്ങനത്തെ ഒരു ബിൽഡിലേക്ക് ഏറ്റവും കൂടുതൽ ട്രബിള് തന്ന് അല്ലെങ്കിൽ അടുത്ത് ചെയ്യാൻ ഇക്കൊക്കെ അല്ല ഇഷ്ടമല്ലാത്ത എന്റെ താല്പര്യം അനുസരിച്ച് നമ്മളൊരു വണ്ടി കിട്ടുമ്പോ നമുക്ക് മൈൻഡിലൊരു സെറ്റ് വരും. ആ വണ്ടി എന്നെ പോലെ ചെയ്യണം. അങ്ങനെ ഒരേ ഇയറിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് കാണുമ്പോൾ നമ്മളെ മനസ്സിലൊരു സംതൃപ്തിയില്ല. ആ സംതൃപ്തിയോടുകൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് വണ്ടി ഒരു ഇറങ്ങി. അത് ചില കഥകൾ എഴുതുന്ന പോലെ തന്നെയാണ് അതിന്റെ ഒരു സംഭവം. നമ്മളെ മൈൻഡിൽ കിട്ടിയ ഒരു വണ്ടി ഇനിക്കൊക്കെ ഇതില് ഇപ്പൊ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഡിസ്ക് ബ്രേക്ക് പറഞ്ഞ നമ്മ വാങ്ങിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അതിലേതെങ്കിലും ഇക്കയ്ക്ക് ട്രബിളിംഗ് ആയിട്ടുള്ള ഇതുകളുണ്ടായിരുന്നു ഈ ബിൽഡിൽ, പിന്നെ അടുത്ത എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്ന ലോക്ക് ഇല്ല. അത് നമുക്ക് ഓരോ വരുമ്പോ അതിന്റെ താല്പര്യം ഇപ്പൊ ഇതിനിപ്പോ ഒന്നും ചെയ്യാനില്ല വേറെ. നമുക്ക് പിന്നെ അത് മാറ്റി ഇത് മാറ്റി അങ്ങോട്ട് ചെയ്യാൻ ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല. നമ്മളൊരു വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ യൂണിറ്റായിട്ട് അങ്ങനെ ഇരുന്നോളാം. ഒരു 10 വർഷം 15 വർഷം കാണുമ്പോഴും ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം ആ വണ്ടി. അത് കുറച്ച് നാൾ കഴിയുമ്പോ വണ്ടി വഴി കിടക്കുന്നു അതായിട്ട് നമുക്ക് കാണരുത്. നമ്മൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് ഇരിക്കുക. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇക്കരെ ഡീറ്റെയിൽ തന്നെ ഇത് നോർമലി ആൾക്കാള് ഇങ്ങനെ ഒരു ടൂ സിസ്റ്റം കൊടുക്കാറില്ല സാധാരണ. ഇല്ല, ഇത് നമ്മളെ 6 വോൾട്ട് വയറിംഗ് കിറ്റാണ് നമ്മളെ ഒരു 80-81 കാലഘട്ടത്തിൽ വന്നേക്കുന്നത്. 87 വരെ വന്നേക്കുന്നത്. ഇത് 6 വോൾട്ട് വയറിംഗ് കിറ്റാണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്. സ്കള്ളിലൊക്കെ സ്വിച്ച് അതുപോലെയുള്ള 6 വോൾട്ട് വയറിംഗ് കിറ്റില് ആണ് ഇതിന്റെ കമ്പനി ഇറങ്ങിയേക്കണേ. അതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻഡിക്കേറ്റർ മറ്റുള്ളതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ സെപ്പറേറ്റ് നമ്മൾ ഒന്നും ചെയ്തില്ല. പിന്നെ ഷോക്ക് അബ്ബർ അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒരു ന്യൂ സെറ്റ് ചെയ്തു മാത്രം. പക്ഷെ ഇക്കരെ വിഷൻ കണ്ട ഇതുപോലും ഇത് ഈ ഫ്ലവർ നട്ട് അല്ല വന്നിരുന്നത്. ഇത് ഇവിടെ ലോക്ക് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും ഈ ഫ്ലവർ നെറ്റിനെ ഈ ടൂൾ ബോക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്തത് അതൊക്കെ കാണിച്ച ഒരു വിഷനും അതും ഇക്കന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചു. അല്ല, നമ്മൾക്ക് ഈ കാലഘട്ടത്തില് ഒരു അങ്ങനത്തെ വണ്ടികൾ ഇല്ലല്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ പഴയ ബിൽഡ് ചെയ്ത വണ്ടിയുടെ ഒരു എങ്ങനെയാണെന്നുള്ളത് ഇത് കാണുമ്പോ മനസ്സിലാവുള്ളൂ. പുതിയ വണ്ടിയും പഴയ വണ്ടിയും ഒരേപോലെ ഇരിക്കുന്നു. ഇപ്പൊ നമ്മൾക്കൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ വേറിട്ട് നിൽക്കുന്നതിന്റെ പേരിൽ ഇതൊരു ഫ്ലവറിനൊക്കെ കാണുമ്പോ അത് കൊണ്ടുള്ള എന്നുള്ള ഒരു ഇതിൽ വരും. ഇപ്പൊ എല്ലാ വണ്ടിയും ഒരു 59 വണ്ടി കണ്ടാലും ഏതാണ്ട് 2020 കണ്ടാലും 26 വണ്ടി കണ്ടാലും സെയിം ആയിട്ട് ഒരു വേറിട്ട് നിൽക്കും. നമ്മൾക്ക് നമ്മളൊരു വണ്ടിയായിട്ട് ഒരു ചേഞ്ചിങ്, അതായത് ഓൾഡിന്റെ ഒരു ജിസ്റ്റ് വെച്ചിട്ടല്ലേ ഇത് മനസ്സിലായി. അപ്പൊ ഇത് നമ്മുടെ ചാനലില് സെക്കൻഡാമത്തെ ബൈക്കാണ് ആസിസൊക്കെ ചെയ്യുന്നത്. ആസിസൊക്കെ ഭയങ്കര ഇവിടെ മാത്രല്ല, കേരളത്തിൽ മാത്രല്ല, ഇക്കടുത്ത് ലക്ഷദ്വീപിൽ നിന്നും എല്ലാ സ്ഥലത്തുനിന്നും ബൈക്കിൽ വരാറുണ്ട്. ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം. അതില് മെജോറിറ്റി ഇക്കരെ ബിൽഡായിട്ടില്ലെങ്കിലും ആൾക്കാർ ഇക്കനെ വിളിച്ചു ചോദിക്കാറുണ്ട് ഒപ്പീനിയൻ ആയിട്ടും എവിടെ നിന്നായിട്ടും. കാരണം ഇക്കരെ വിഷൻ ചെറുപ്പത്തിലെ തുടങ്ങി ഈ ബുള്ളറ്റ് മാത്രം വിഷൻ. ഇല്ല, ഞാൻ മെക്കാനിക്കലായിട്ട് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. നമ്മളെ മൈൻഡില് വണ്ടീനെ കുറിച്ച് ഒരുപാട് ചിന്ത നമ്മളെ ഇതിനെ റിപ്പയറിങ് പഠിച്ച് സ്വന്തമായിട്ട് വണ്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്ത് മേക്ക് ചെയ്ത് ഒരു നിങ്ങളെ പോലത്തെ ഒരു എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ മെക്കാനിക്കലല്ല. പരമാവധി ഇതിന്റെ സൈലന്റ് ആക്കി വണ്ടി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പൊ ഒരു ഫാഷനാണ് അത്, അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാതെ ഇതിന് കാരണം കുറച്ച് റിസ്ക് ഉണ്ട് ഇങ്ങനെയൊക്കെ വണ്ടി ആക്കിയെടുക്കാൻ. നമ്മളത് ആക്കിയെടുക്കുന്നവരെ നമുക്ക് ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇത് കഴിഞ്ഞ് കാണുമ്പോൾ.
അപ്പൊ എന്തായാലും മിക്ക താങ്ക് യു. ഇങ്ങനത്തെ ഒരു ബിൽഡ് ഇത് ലുക്ക് മാത്രല്ല, ഇതിന്റെ ഫീല് ഓടിക്കാൻ ഓരോരോ ഇതിന്റെ ക്യാരക്ടർ തന്നെ മാറി. അപ്പൊ അതിന് ഡെഡിക്കേഷൻ തന്നെ താങ്ക് യു. താങ്ക് യു. അപ്പൊ ഇനി അടുത്തും അസിക്കയുടെ നമ്പർ എന്തായാലും ഇതില് ആഡ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും വണ്ടിനെ കുറിച്ച് ഇൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കരത്ത് ചോദിക്കാം. ഇക്കക്ക് നമ്പർ കൊടുക്കണോണ്ട് ഇല്ല കുഴപ്പമൊന്നും. പക്ഷെ ഞാനിപ്പോ കുറച്ച് ഓൾറെഡി ഇപ്പൊ നമ്മളതില് ഒരുപാട് വണ്ടികള് വർക്കിൽ ഇരിക്കുന്നുണ്ട്. ഒരു അപ്പൊ അതൊക്കെ കഴിയാണ്ട് നമുക്ക് എടുക്കാനും പറ്റില്ല. കാരണം നമുക്ക് ടൈം തന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ ഒരു വർഷമൊക്കെ എനിക്ക് ടൈം വന്നിട്ടുണ്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ടൈമും അതുപോലെ ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യണം ഒരുപാട് പൈസ. അപ്പൊ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വണ്ടി ഒരു പെയിന്റ് അടിച്ചിറക്കണേ മാത്രമല്ല, ഇതിന്റെ വേറൊരു വശം കൂടി ഉണ്ട് ഇതില്. അപ്പൊ അതൊക്കെ കൂടി ചെയ്ത് വീണ്ടും ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു വണ്ടി ഇറക്കി കൊടുക്കണതാണ് നമ്മൾ. അല്ലാതെ മറ്റത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വണ്ടി പെയിന്റ് അടിച്ച് അങ്ങനെ തന്നെ കൂട്ടി ഇറക്കി കൊടുക്കണതല്ല. അങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുമ്പോ അത് പക്കയായിരിക്കും. ഞാൻ അതിനോട് താല്പര്യപ്പെട്ടതാണ്. അല്ലാണ്ട് വണ്ടി മാത്രം പെയിന്റ് അടിച്ചിറക്കാൻ എനിക്ക് താല്പര്യം. എഞ്ചിൻ പണത് പക്കയാക്കി നല്ല അടിപൊളി അലൈൻമെന്റ്സ് കറക്റ്റാക്കി കൈവിട്ട് ഓടണം വണ്ടി. അതിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഇല്ലാത്തിട്ടാ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഈ വീഡിയോയുടെ എന്തെങ്കിലും, പക്ഷെ ഈ വീഡിയോന്റെ ഒപ്പം കുറെ ബിറ്റ്സുകൾ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഇക്ക ഇതിനെ സെന്റർ സ്ട്രിങ് ഇട്ട് പിടിച്ച് അലൈൻമെന്റ് ചെയ്യണ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. എല്ലാം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇക്ക താങ്ക് യു വന്നതിൽ. സന്തോഷം. താങ്ക് യു.